എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി നെൽസൺ വ്ലോഗ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ നെൽസൺ. അപ്പോൾ നമ്മൾ കുറേ നാളായി ഒരു അൺബോക്സിങ് വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്, അപ്പോൾ നമുക്ക് ഇന്ന് ചെറിയൊരു അൺബോക്സിങ് വീഡിയോ ആണ്. നമ്മൾ ഫിംഗേഴ്സ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു ATX മുൻപ് അൺബോക്സ് ചെയ്തിരുന്നു. അതിൻ്റെ വേണമെങ്കിൽ സെക്കൻഡ് ജനറേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ചെറിയൊരു മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് ഇപ്പോൾ വീണ്ടും അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കി വെക്കാം. മുൻപ് നമ്മൾ ചെയ്തായിരുന്ന വീഡിയോയുടെ ലിങ്ക് ഞാൻ മുകൾ ഭാഗത്തായിട്ട് ഞാൻ കൊടുക്കാം, നിങ്ങളതൊന്ന് കണ്ടു നോക്ക്. നമുക്ക് ഇപ്പോഴത്തെ നമുക്കൊന്ന് അൺബോക്സ് ചെയ്യാം. അത് നമ്മൾ സാധാരണ ഫിംഗേഴ്സിൻ്റെ ക്യാബിനറ്റുകളൊക്കെ വരുന്ന ഒരു നല്ലൊരു കളർഫുൾ കേസിൽ തന്നെയാണ് ഇത് വന്നിരിക്കുന്നത്. ഈ കാർട്ടൂൺ ബോക്സ് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇവരെ നല്ല കാർട്ടൂൺ ബോക്സ് തന്നെ അത്യാവശ്യം നല്ല കാണാൻ നല്ലൊരു ഭംഗിയുള്ള ഒരു ബോക്സാണ് വരുന്നത്. ഇവരുടെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സംഭവമാണ്. ഏത് പ്രൊഡക്റ്റ് ആയാലും അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് ഇവർ മാനുഫാക്ചറിങ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ കേസിൻ്റെ കാര്യം തന്നെ, അതായത് ചെറിയ കാർട്ടൂൺ ബോക്സ് ആയാലും നമുക്ക് പ്രത്യേകം ഒരു ആകർഷിക്കുന്ന രീതിയിലാണ് ഇവരുടെ കളറിങ്ങും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. അതേപോലെ തന്നെയാണ് ഓരോ പ്രൊഡക്റ്റിലും അവർ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. ഡിസൈൻ ആയാലും അതിൻ്റെ മോഡലായാലും എല്ലാം നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് തന്നെയാണ് അവർ ചെയ്യുന്നത്. ഇതിൽ C3 എന്ന് പറയുന്ന മോഡലാണ് ഇത് വരുന്നത്. പിന്നെ ഇതിൽ നമുക്കൊരു കൂടുതലായിട്ട് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ USB 3.0 പോർട്ട് വരുന്നുണ്ട്. അതാണ് അഡീഷണൽ ആയിട്ട് കൂടുതൽ വന്നിരിക്കുന്നത്. പിന്നെ ഇത് ഏകദേശം ഒരു 4 കിലോളാണ് വെയിറ്റ് വരുന്നത്. അപ്പോൾ നമുക്കൊന്ന് തുറന്നു നോക്കാം എന്തൊക്കെയാണുള്ളത്. ഇതിൻ്റെ റേറ്റ് MRP വരുന്നത് 2399 രൂപയാണ് MRP വരുന്നത്. നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു പവർ കോഡ് കിട്ടുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിൽ സ്ക്രൂവിൻ്റെ ഒരു സെറ്റ് വരുന്നുണ്ട്. പിന്നെ പവർ സപ്ലൈ വരുന്നുണ്ട്. പവർ സപ്ലൈ അടക്കം വരുന്ന മോഡലാണ് ഇത് വരുന്നത്. സാധാരണ ഒരു എൻട്രി ലെവൽ കമ്പ്യൂട്ടറുകൾക്ക് ഉപയോഗിക്കാൻ പറ്റാവുന്നതാണ് ഇവരുടെ എല്ലാ മോഡലുകളും. ഞാൻ ഇവരുടെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം. നിങ്ങൾ എന്തായാലും കയറി നോക്കി നോക്കൂ. ഒരു 4-5 മോഡലുണ്ട്. നമുക്ക് പിന്നെ ഇതുപോലെ തന്നെ ഒരു RGB ഒരു ക്യാബിനറ്റ് വരുന്നുണ്ട്. അധികം പ്രൈസ് അധികം വ്യത്യാസമൊന്നും വരുന്നില്ല. അധികം വൈകാതെ തന്നെ അത് നമുക്ക് റിവ്യൂവിന് കിട്ടുമെന്ന് വിചാരിക്കുന്നു. ഇതാണ് ഇവരുടെ മോഡൽ വരുന്നത്. നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിലത്തെ പോർഷൻ വരുന്നത് പിയാനോ ഫിനിഷിംഗ് എന്ന് പറയാമെന്നുണ്ടെങ്കിൽ, അതായത് ഗ്ലോസി ഫിനിഷിംഗ് ആണ് വരുന്നത്. ഇവിടെ ചെറിയൊരു സിൽവർ ലൈൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പവർ സ്വിച്ച് വരുന്നത്. അതിന് തൊട്ട് താഴെയായിട്ട് റീസ്റ്റാർട്ടിൻ്റെ ബട്ടൺ വരുന്നുണ്ട്. ഈ പോർട്ട് വരുന്നത് USB 2.0 ആണ് വരുന്നത്. പിന്നെ ഒരു ഹെഡ്സെറ്റിൻ്റെ ഒരു പോർട്ട് വരുന്നുണ്ട്. മൈക്കിൻ്റെ വരുന്നുണ്ട്. പിന്നെ ഇത് വരുന്നത് USB 3.0 ആണ് വരുന്നത്. അപ്പോൾ നമ്മുടെ മദർ ബോർഡിലും USB 3.0 ഉണ്ടായിരിക്കണം, എന്നാലാണ് ഇത് കണക്ട് ചെയ്യാൻ പറ്റുക. എയർ പാസിങ്ങിന് വേണ്ടിയിട്ട് മുകൾ ഭാഗത്തായിട്ട് ഇതേപോലെ ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ വെന്റിലേഷൻ വേണമെന്നുണ്ടെങ്കിൽ പറയാം, നമുക്ക് മുകൾ ഭാഗത്തായിട്ട് അത്യാവശ്യം എയറൊക്കെ വലിച്ചു പോകാവുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മളൊരു എൻട്രി ലെവൽ ക്യാബിനറ്റുകൾക്ക് ഇത് സാധാരണ കാണാറില്ല. പക്ഷെ ഫിംഗേഴ്സിൻ്റെ ഒരുവിധം എല്ലാ ക്യാബിനറ്റിനും ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പ്രത്യേകതകൾ അവർ ചെയ്തിട്ടുണ്ട്. അതായത് വലിയ സംഭവങ്ങളല്ല, എന്നാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതെല്ലാം ശ്രദ്ധിച്ചിട്ടാണ് അവരെല്ലാം ക്യാബിനറ്റുകളും വരുന്നത്. നമുക്ക് ഈ സൈഡ് പാനൽ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ഫാൻ കണക്ട് ചെയ്യാവുന്ന, ഫാൻ നമുക്ക് തരുന്നില്ല, ഫാൻ കണക്ട് ചെയ്യാവുന്ന ഒരു ഭാഗം വരുന്നുണ്ട്. ആ എയർ പോകാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഹോൾസാണ് ഇത് വരുന്നത്. കാണാൻ പറ്റുന്നതായിരിക്കും ഈ ഒരു പോർഷൻ. നമുക്ക് ഇത് ബാക്ക് സൈഡിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫാൻ തരുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഫാനാണ് വരുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ USB 3.0 വരുന്നത് ഈ ബ്ലൂ കളറിലുള്ളതാണ് വരുന്നത്. ഇത് ബോർഡിലും ഉണ്ടായിരിക്കണം. ബോർഡിലുണ്ടെങ്കിലാണ് ഇത് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആമസോണിൽ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ നോക്കി കഴിഞ്ഞാൽ 2.0 to 3.0 കൺവെർട്ടർ കിട്ടും. അതായത് മദർ ബോർഡിൽ 2.0 നമ്മൾ കണക്ട് ചെയ്തിട്ട് ഇതിലേക്ക് 3.0 കണക്ട് ചെയ്യാവുന്ന ചെറിയൊരു കൺവെർട്ടർ കിട്ടും. അത് വരുത്തിച്ച് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3.0 വർക്ക് ചെയ്യും. പക്ഷേ എത്രത്തോളം സ്പീഡ് ഉണ്ടെന്നുള്ളത് നമ്മൾ നോക്കേണ്ടി വരും. ജസ്റ്റ് കൺവെർട്ടർ ആകുമ്പോൾ എത്രത്തോളം ആ ഒരു 3.0 വരെ സ്പീഡ് കിട്ടും എന്നുള്ളത് നോക്കേണ്ടി വരും. അപ്പോൾ ഇതാണ് ഒരു കേസ് വരുന്നത്. പിന്നത്തെ കാര്യം വരുന്നത് ഫിംഗേഴ്സിൻ്റെ എല്ലാ ക്യാബിനറ്റിൻ്റെയും കൂടെ കിട്ടുന്ന ഈ പവർ കോഡാണ്. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയുള്ള പവർ കോഡാണ് നമുക്ക് ഇതിൻ്റെ കൂടെ തരുന്നത്. സാധാരണ ക്യാബിനറ്റുകളോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റു ബ്രാൻഡുകളുടെ പല ബ്രാൻഡുകളിലും, എല്ലാ ബ്രാൻഡുകളും ഞാൻ പറയുന്നില്ല, പല ബ്രാൻഡുകളിലും ഒരു പവർ കോഡ് നോക്കി കഴിഞ്ഞാൽ കാണാവുന്നത് വളരെ എന്താ പറയുക, ജസ്റ്റ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ കത്തിപ്പോവും. അതേപോലെ ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. പക്ഷേ ഇത്
കുറച്ചുകൂടി ക്വാളിറ്റി ഉള്ള ഒരു മെറ്റീരിയൽ കൊണ്ടുള്ള പവർ കോഡാണ് നമുക്ക് തരുന്നത്. പിന്നെ തരുന്നത് ഒരു സ്ക്രൂസും അതേപോലെ തന്നെ മദർ ബോർഡ് ഫിറ്റ് ചെയ്യാനുള്ള ആ സ്ക്രൂസിൻ്റെയും ഹാർഡ് ഡിസ്ക് ഫിറ്റ് ചെയ്യാനുള്ള സ്ക്രൂസിൻ്റെ ഒരു സെറ്റാണ് തരുന്നത്. അത് കൃത്യമായിട്ടുള്ള ഒരു എണ്ണം ആണ് ഉണ്ടാവുക. പിന്നെ ക്യാബിൻ്റെ അടുത്ത പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിലെ ഈ കേബിളുകളാണ്. ഈ കേബിളുകളുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടില്ലേ, ഇതേപോലെ ഫുൾ ബ്ലാക്ക് ആണ് ഇത് വരുന്നത്. നമുക്ക് സാധാരണ മുൻപത്തെ ഒക്കെ ATX കാണുന്ന പോലെ അല്ല, കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഇത് സാധാരണ കണ്ടുവരുന്നത് നമ്മുടെ ഗെയിമിംഗ് ക്യാബിനറ്റ് ഒക്കെ വാങ്ങുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു കേബിൾസ് നമ്മൾ കണ്ടിട്ടുള്ളൂ. സാധാരണ ATX ക്യാബിനറ്റിൽ നമ്മൾ കണ്ടിട്ടുള്ളത് കളർഫുൾ കേബിളുകളാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്നെല്ലാം തികച്ച് വ്യത്യസ്തമായിട്ട് നമ്മൾ ഗെയിമിംഗ് ക്യാബിനറ്റിലൊക്കെ കാണുന്ന പോലെയാണ് ഈ കേബിളുകൾ നമുക്ക് കാണുന്നത്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു 2 ഫാൻ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ഫ്രണ്ട് പാനലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റും. നമുക്ക് ഇതിൻ്റെ കൂടെ ലഭിക്കുന്നില്ല, പക്ഷെ നമുക്ക് വേണമെങ്കിൽ അഡീഷണൽ ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത ഞാൻ മുൻപത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇതിൻ്റെ ഡിസൈൻ കൊടുത്തിരിക്കുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു മൈന്യൂട്ടായ കാര്യങ്ങൾ പോലും നന്നായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുറകിലെ ഈ ഒരു പോർഷൻ കണ്ടോ, നമുക്ക് എന്തെങ്കിലും കേബിൾസോ കാര്യങ്ങളോ ഒക്കെ ഉള്ളിലേക്ക് നമുക്ക് ഇതിൽ വെക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം മാറ്റി കഴിഞ്ഞാൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. സാധാരണ എൻട്രി ലെവൽ ക്യാബിനറ്റുകളിൽ കാണാത്ത ചെറിയൊരു പ്രത്യേകതയാണ് ഇത്. എൻട്രി ലെവൽ ക്യാബിനറ്റിൽ നമ്മൾ കണക്ട് ചെയ്യുക ചിലപ്പോൾ ഈ ഒരു ഭാഗം എടുത്ത് കളഞ്ഞിട്ടായിരിക്കും, PCI എക്സ്പ്രസ് റോഡിന്റെ ഈ ഭാഗം എടുത്ത് കളഞ്ഞിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് അതിന് പകരം നമുക്ക് കേബിൾസ് ഇടാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഉപയോഗിച്ചാൽ മതി എന്നുള്ള രീതിയിലാണ് ഇത്. പെർമനന്റ്ലി അല്ല, ടെമ്പററി ആയിട്ടുള്ള രീതിയിലാണ് ഇത് വെച്ചിരിക്കുന്നത്. നമുക്ക് ഒരു പ്രാവശ്യം റിമൂവ് ചെയ്താൽ പിന്നീട് അത് തിരിച്ചു വെക്കാൻ പറ്റില്ല. എന്നിരുന്നാൽ കൂടി നമുക്കൊരു ഉപയോഗം ആകുന്ന ഒരു സംഭവം തന്നെയാണ്. അതേപോലെ തന്നെയാണ് ഇതിന്റെ ഉൾവശത്തും കൊടുത്തിട്ടുള്ളത്. ഉൾവശത്ത് ഓരോ ഹോൾസും കൊടുത്തിട്ടുള്ളത് കണ്ടോ. ഇവിടെ നമുക്ക് ഹാർഡ് ഡിസ്ക് കണക്ട് ചെയ്യാനുള്ള ഭാഗമാണ് വരുന്നത്. ഇവിടെ ഒരു 3-4 ഹാർഡ് ഡിസ്ക് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അതിന്റെ ഒപ്പം തന്നെ ഈ ഓരോ ഹോൾസും കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് വൃത്തിയായിട്ട് നമുക്ക് ഇതിന്റെ അതായത് SMBSന്റെ കേബിളുകൾ ബാക്ക് പാനല് ചെയ്തിട്ട് നമുക്ക് ഉള്ളിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പൊ നമുക്ക് നോക്കുമ്പോൾ ഈ അതായത് ഇതിന്റെ ഉൾവശത്ത് വൃത്തികേടൊന്നും വരില്ല. അതായത് കേബിൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ഫാനിന്റെ ഉള്ളിൽ തടയുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. അത് നമുക്ക് സാധ്യമാകുന്നത് ഈ ഒരു ഹോൾസ് ഉള്ള കാരണമാണ്. അല്ലെങ്കിൽ കോമൺ ആയിട്ട് ഇവിടെ ഒരു ഹോൾ വെക്കും, പക്ഷെ നമുക്ക് ഈ ഒരു SMBSന്റെ കേബിളുകൾ ആ ഒരു ഹോളിൽ കൂടെ നമുക്ക് എത്തിക്കാൻ പറ്റില്ല. ഇത് ഒരു 6 ഹോൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇവിടെയും കൊടുത്തിട്ടുണ്ട്. 12 വോൾട്ടിന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ കൂടെയും ചെയ്യാൻ പറ്റും. ഇങ്ങനെ ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഈ ഒരു പോർഷൻ കൊടുത്തിട്ടുണ്ട്. ചിലയിൽ നമുക്ക് അറിയില്ല അതെന്തിനാണ് നമുക്ക് ഉപയോഗിക്കണം എന്നുള്ളത് അറിയില്ല. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിൽ ഇതിൻ്റെ ATX മറ്റേ പവർ സപ്ലൈയുടെ കേബിളുകൾ നമുക്ക് ടൈ ചെയ്യുമ്പോൾ ഉള്ളിൽ ഉറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പോർഷൻ ഇങ്ങനെ പൊന്തിച്ച് വയ്ക്കുന്നത്. അത് ഡിസൈനിലൊരു വൃത്തി കൂടി വരുന്നുണ്ട്. ആ ഒരു വൃത്തി മാത്രമല്ല, നമുക്ക് അതിൻ്റെതായ ഉപയോഗം വരുന്നുണ്ട്. നമുക്കൊന്ന് അഴിച്ചു നോക്കാം ഈ സൈഡ് എങ്ങനെയാണെന്നുള്ളത്. കണ്ടില്ലേ, ഇതിലൂടെ നമുക്ക് ഈ കേബിൾസ്, അതായത് പവർ സപ്ലൈയുടെ കേബിളുകൾ മുഴുവനും നമുക്ക് എടുക്കാം. നമുക്കൊന്ന് ചെയ്ത് നോക്കി നോക്കാം. ഇതേപോലെ നമുക്ക് ബാക്ക് സൈഡിലേക്ക് നമുക്ക് എടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ പവർ സപ്ലൈയുടെ ആ കേബിൾസ് മുഴുവനായിട്ടും ഈ ഒരു ATXന്റെ പുറകിലേക്ക് കൊണ്ടുവന്നേക്കാണ്. കണ്ടോ, ഉള്ളിൽ ഈ കേബിളുകളാണ് വരുന്നുള്ളൂ. ഇതും അതേപോലെ തന്നെയാണ് ചെയ്യുക. ഞാൻ ഇത് കാണിക്കുന്നില്ല, ഞാൻ പവർ സപ്ലൈയുടെ മാത്രമാണ് ഞാൻ കാണിക്കുന്നുള്ളൂ. ഇനി ഇത് നമുക്ക് ഇവിടുന്ന് നമുക്ക് ഏതൊക്കെ ഭാഗത്തേക്കാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ വീണ്ടും തിരിച്ച് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. തിരിച്ച് ഇപ്പം നമ്മൾ 24 പിന്ന് കൊടുത്തു, 12 വോൾട്ട് കൊടുത്തു. എന്താ ഈ ഒരു പിൻ ഇതിൻ്റെ ഉള്ളിൽ കൂടെ സാധാരണ ബോർഡിൽ ആ ഒരു ഭാഗത്തായിട്ടാണ് അത് വരിക. ഇനി വേണമെങ്കിൽ ഹാർഡ് ഡിസ്കിൻ്റെ ഏത് പോർഷനിലാണ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് ചെയ്യാം. ആവശ്യമുള്ളത് മാത്രം കടത്തിയാൽ മതി. ഇനി നമുക്ക് ഇവിടെ ഓരോ ചെറിയ ഒരു ഹുക്സ് പോലെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ടാഗ് ചെയ്യാൻ പറ്റും. ടാഗ് ടൈ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്ത് ഇത് വൃത്തിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും.
ഇനി ബാക്ക് പാനലിൽ ഇത് അടക്കുകയാണെങ്കിൽ ഈ ഒരു ഇങ്ങനെ പൊന്തി നിൽക്കുന്ന ഭാഗം ഇതുമോ ഉറഞ്ഞിട്ട് കേബിൾസ് ഡാമേജ് ആവേ അങ്ങനെ മറ്റൊന്നും വരുന്നില്ല. അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ വന്നിരിക്കുന്നത്. അതായത് കുറച്ച് ഉള്ളിലോട്ട് തള്ളിയ ഒരു പോർഷൻ വന്നിരിക്കും. ഇനി നമുക്ക് ഉൾഭാഗത്ത് നോക്കി നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഉൾഭാഗത്ത് ആവശ്യമുള്ള സ്ഥലത്തേക്ക് മാത്രമായിട്ട് കണ്ട ഇതേപോലെ കണക്ട് ചെയ്യാം. ഇനി ആവശ്യമില്ലാത്ത തിരിച്ച് നമുക്ക് പുറകിലോട്ട് വലിച്ച് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ വൃത്തിയായിട്ട് ഇരുന്നോളും. കുറേ നാളുകളിൽ ഒരു കംപ്ലൈന്റ് ഇല്ലാതെയും നമ്മൾ പീസ് എടുത്ത് പൊന്തിക്കാലോ സൈഡിലേക്ക് ചെരിച്ചു കഴിഞ്ഞാലോ നമുക്ക് ഇതിന്റെ കേബിൾസ് ഫാൻമ കൊണ്ടിട്ടൊന്നും യാതൊരുവിധ ഡിസ്റ്റർബൻസും ഉണ്ടാവില്ല. അങ്ങനെയല്ല കൊടുത്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ CPU നമ്മളൊന്ന് ചെരിച്ച് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രൊസസ്സറിന്റെ ഫാനിന്റെ ഉള്ളിലേക്കൊക്കെ പെടാൻ ചാൻസ് കൂടുതലാണ്. അപ്പം ഒരു എൻട്രി ലെവൽ ക്യാബിനെ അപേക്ഷിച്ച് ഫിംഗേഴ്സിന്റെ എല്ലാ മോഡൽസും ഒന്നൊന്നിന് മെച്ചം എന്നുള്ള രീതിയിലാണ് വന്നിട്ടുള്ളത്. ഇനി വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കേബിള്, അതായത് ഇതിൻ്റെ പവർ LED, അതേപോലെ തന്നെ ഈ പവർ സ്വിച്ച്, റീസ്റ്റാർട്ട് ബട്ടൺ, ഇതെല്ലാം നമുക്ക് മുകളിലൂടെയാണ് വന്നിരിക്കുന്നത്. ഇൻ കേസ് എന്തെങ്കിലും കാരണവശാൽ നമ്മൾ കണക്ട് ചെയ്യുന്ന ബോർഡിന് വ്യത്യാസം ഉണ്ടെന്ന് വയ്ക്കുക, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു പോർഷനും കൊടുത്തിട്ടുണ്ട്, കാണാൻ പറ്റുമെന്ന് വിചാരിക്കും. ഈ ഒരു പോർഷൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഫ്രണ്ട് പാനൽ അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പോർഷനിലേക്ക് കൂടെ നമുക്ക് കടത്താൻ പറ്റും. നമുക്കൊന്ന് അഴിച്ചു നോക്കാം. കണ്ടോ, ഇതിപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എടുത്തു. ഇനി ഇവിടെ ഒന്നല്ല കേട്ടോ, 4 ഹോള് കൊടുത്തിട്ടുണ്ട്. ഈ 4 ഹോളിലൂടെ ഏതിലൂടെ വേണമെങ്കിൽ നമുക്ക് ഈ കേബിൾസ് മുഴുവൻ മാറ്റി കണക്ട് ചെയ്യാൻ പറ്റും. ഇതൊക്കെ എൻട്രി ലെവൽ ഒരു ക്യാബിനറ്റിനെ അപേക്ഷിച്ച് അത്യാവശ്യം നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഫാൻ വേണമെങ്കിൽ ഉള്ളിൽ നിന്ന് കണക്ട് ചെയ്യാം. ഇത്രയൊക്കെയാണ് ഇതിന്റെ ഫീച്ചേഴ്സ് വരുന്നത്. ഇതിന്റെ ബാക്ക് പാനൽ ഞാൻ കാണിച്ചു തരാം. വളരെ എളുപ്പത്തിൽ കണക്ട് ചെയ്യാവുന്ന രീതിയിലാണ്. സ്ക്രൂസ് ഒന്നല്ല, ജസ്റ്റ് ഒരു എന്താ പറയാ, ജസ്റ്റ് ഒന്ന് തള്ളി വെച്ചാൽ മതി. ഈ പാനൽ അതിക്ക് സൂട്ടായിട്ട് ഇരുന്നോളും. അത്യാവശ്യം നല്ല ഈ പ്ലാസ്റ്റിക് ആയാലും നല്ലൊരു ബിൽഡ് ക്വാളിറ്റി ഉണ്ട് ഇതിന്. പിന്നെ മറ്റു കാര്യം പറയാനുള്ളത്, ഈ ഒരു കേസിൽ, അതായത് ഫിംഗേഴ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിന്റെ എല്ലാ ATXകളിലും ഈ ഒരു, അതായത് ഈ ഗെയിമിംഗ് ക്യാബിനൊക്കെ കാണുന്ന പോലെ തന്നെയാണ് ഈ ഒരു ബ്ലാക്ക് കളറിലാണ് കോട്ടിങ് മുഴുവൻ വന്നിരിക്കുന്നത്. അത് കാരണം തുരുമ്പ് പിടിക്കുന്ന സംഭവമൊക്കെ വളരെ റയറായിട്ടായിരിക്കാം ഉണ്ടാവുള്ളൂ. സാധാരണ നമ്മൾ കാണാൻ ഉൾഭാഗം, അതായത് പുറം ഭാഗം മാത്രം ബ്ലാക്ക് ഫിനിഷിങ്ങും ഉള്ളിൽ സാധാരണ അലുമിനിയത്തിന്റെ കളറാണ് വരിക. ഇതിന് നേരെ തിരിച്ചാണ്. എല്ലാ ഭാഗങ്ങളും ബ്ലാക്ക് കളറിൽ തന്നെയാണ് വരുന്നത്. ഈവൻ ഈ ഉൾവശമായാലും ഈ ഒരു പോർഷൻ ആയാലും അവിടെ SMPSന്റെ കളർ മാത്രമാണ് ഈ ഒരു കളറിൽ, അലുമിനിയം കളറിൽ വരുന്നുള്ളൂ. അത് നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ടാണ് വരുന്നത്. അപ്പൊ ഇത്രയൊക്കെയാണ് ഇതിന്റെ ഫീച്ചേഴ്സ് വരുന്നത്. അപ്പൊ നിങ്ങൾ എന്തായാലും ഇങ്ങനൊരു ATX സെലക്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഓപ്ഷണലായിട്ട് ഫിംഗേഴ്സിന്റെയും നിങ്ങളൊന്ന് മനസ്സിൽ വെക്കുക. അതേപോലെ തന്നെ ഒന്ന് നോക്കി വെക്കുക, മോഡൽസ് കാര്യങ്ങളൊക്കെ നോക്കി വെക്കുക. ഞാൻ ഈ എല്ലാ ATXന്റെയും മോഡൽസിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കി നോക്ക്. ഏകദേശം ഒരു 2500 2399 രൂപ മറ്റോ MRP വരുന്നുള്ളൂ. അപ്പോൾ ഒരു 1800 1900 ആ റേഞ്ചിലൊക്കെ നമുക്ക് അവൈലബിൾ ആയിരിക്കും ഇത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇവരുടെ ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എന്നിരുന്നാലാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളത് എനിക്ക് അറിയുള്ളൂ. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റിലൂടെ തന്നെ അറിയിക്കുക. ഞാൻ റിപ്ലൈ മാക്സിമം നൽകാൻ ട്രൈ ചെയ്യുന്നതാണ്. അപ്പോൾ ബൈ.